എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ശ്രീദേവി വൈകുന്നേരം അടുക്കളയിലേക്ക് പാചകം ചെയ്യാൻ വരുന്ന സമയത്താണ് ആ കാഴ്ച കണ്ട് ഞെട്ടുന്നത്. കാരണം അടുക്കളയിൽ തകൃതിയായിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോമതി ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി. പെട്ടെന്ന് ചോദിച്ചു, ഇതെന്താ അമ്മേ, അമ്മ അടുക്കള കയറി ഫുഡൊക്കെ ഉണ്ടാക്കണം എന്ന് ചോദിക്കാം. അതെന്താ എന്റെ അടുക്കള കയറി എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ മേലെന്നൊക്കെ ചോദിക്കാം. അല്ലമ്മേ, ഇത്രയും ദിവസം ഞാനല്ലായിരുന്നോ? ഓ അതാണോ? അതെ, ഞാൻ നീ പുതിയതായിട്ട് വന്നതല്ലേ എന്ന് കരുതി ഒരു 3-4 ദിവസം അടുക്കള കയറി ജോലി ചെയ്തോട്ടെ എന്ന് കരുതിയ എന്നും പറഞ്ഞോണ്ട് എന്റെ മക്കൾക്കും എന്റെ ഭർത്താവിന് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടെന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മേ, ഞാൻ ഉണ്ടാക്കാം, എനിക്കറിയാന്ന് പറയാം. നിനക്കുണ്ടാക്കാൻ അറിയാന്ന് എനിക്ക് മനസ്സിലായി. അത് കുഴപ്പമില്ല, ഇത്രയും കാലം ഞാനല്ലേ വെച്ച് വിളമ്പി കൊടുത്ത്, ഇനിയിപ്പം ഞാൻ ചെയ്താലും കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞാൻ എന്തേലും ഒരു കാര്യം ചെയ്യാം, നീ അവിടെ നിന്നോളാൻ പറയണം. ഇത് കേട്ടപ്പോ ശ്രീദേവിക്ക് വിഷമമായിപ്പോയി. ശ്രീദേവി എന്ത് കറി ഉണ്ടാക്കണേ? അത് ചിക്കൻ കറിയാന്ന് പറയണം. ആണോ? ചിക്കൻ കറി എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാമേന്ന് പറയണം. ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് നീ ആ വെളുത്തുള്ളിക്ക് ഒന്ന് പൊളിക്കുക, ആ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കി തരാൻ പറയണം. അല്ല, അത് പിന്നെ അമ്മേ, പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാം. അന്ന് ഒരു കാര്യം ചെയ്യാം, ഞാനിതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് പറയാം. വേണ്ട എന്ന് പറയണം. അപ്പോഴേക്കും മിത്ര അങ്ങോട്ടേക്ക് വന്നു. മിത്ര വന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ എന്തെങ്കിലും കൂടണോ അപ്പച്ചിന്ന് ചോദിക്കണം. വേണ്ട, നീ ഒന്നിനും കൂടണ്ട, നിനക്ക് ഏതാണ്ട് പഠിക്കാനൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, ഇഷ്ടം പോലെ പഠിക്കാനല്ലേ, നീ പോയിരുന്ന് പഠിച്ചോ. ഇവിടെ തൽക്കാലത്തേക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രീദേവി ഉണ്ടെന്ന് പറയാം. നൈസായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ശ്രീദേവിക്കിട്ട്. പിന്നീട് മിത്രയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഈ സമയം ശ്രീദേവിക്ക് അടുക്കള നിൽക്കാനും പറ്റില്ല, പോകാനും പറ്റാത്ത അവസ്ഥ. ഒന്നിനും കൂട്ടൊന്നുമില്ല, ആകെപ്പാടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് നിൽക്കാനാ പറയണേ. സാധാരണഗതിയിൽ എല്ലാവർക്കും പണി ചെയ്യാൻ മടിയായിരിക്കും. ഇവിടെ നേരെ തിരിച്ചാ. ശ്രീദേവിക്കാണ് പണിയെടുത്ത് എല്ലാവരും കയ്യിലെടുക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ മനസ്സിൽ. താൻ വെച്ചുണ്ടാക്കി താൻ എല്ലാത്തടത്തും കേമിയാവണം, തന്റെ താഴെ വേണം എല്ലാവരും, ആ ഒരു ചിന്താഗതിയാണ്. പക്ഷെ ഗോമതി വിട്ടുകൊടുക്കാണ്ട് ഗോമതി അങ്ങ് തയ്യാറായില്ല. കാരണം ഇത്രയും കാലം താനാണ് ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. എന്തിനേറെ പറയുന്നു, അടുക്കള എന്ന് പറഞ്ഞാൽ ഗോമതിയുടെ ലോകമാണ്. അടുക്കള വെച്ചുണ്ടാക്കി മക്കൾക്കും ബാലിനും വേണ്ടി വെച്ചുണ്ടാക്കി കഴിയുമ്പോഴാണ് ഗോമതിക്ക് ഒരു സന്തോഷ സമാധാനം ഉണ്ടാകുന്നത്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് അത് പോയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഫ്രസ്ട്രേഷൻ ഗോമതിക്ക് ഉണ്ടായിരുന്നതാനും. പിന്നീട് ശ്രീദേവി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. ഈ സമയം മിത്ര നേരെ ഹാളിലേക്ക് ചെല്ലുവാണ്. അപ്പൊ മീനാക്ഷി അവിടെ ഇരിക്കുന്നുണ്ട്. മിത്ര പറഞ്ഞു, അടുക്കള നല്ല യുദ്ധം നടക്കുന്നുണ്ടെന്ന് പറയാ. യുദ്ധമോ? അമ്മ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ അവസാനം കാര്യം ഒപ്പിച്ചെന്ന് പറയാണ്. കാര്യം ഒപ്പിച്ചോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അടുക്കള ചെന്ന് നോക്ക്, ഭരണമൊക്കെ ഇതേ അപ്പച്ചി ഏറ്റെടുത്തെന്ന് പറയാണ്. ഭരണം ഏറ്റെടുത്തില്ലേ? അപ്പച്ചി തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ശ്രീദേവി അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് പറയാണ്. കൊള്ളാം, നല്ല കഥയായിപ്പോയി. അല്ലെങ്കിൽ അവർക്ക് ഇത്തിരി ഇത് കൂടുതലാ. എല്ലാം വേണം, അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്ത് അങ്ങോട്ട് നിന്നാ പോരെ. പിന്നെ എന്തിനാ അമ്മയുടെ തലയിൽ കയറി നിരങ്ങാൻ പോയിട്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഇന്നലെ 2 ദിവസം അയാള് വന്നിട്ട് വെറുതെ ഒരു വഴക്കുണ്ടാക്കണമെന്ന് കരുതിയിട്ടാ അമ്മയൊന്നും മിണ്ടായിരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാത്തടത്തും തന്റെ കൈ കൂടണം, താൻ എല്ലാം അങ്ങോട്ട് ചെയ്യണം, ഈ വീടെടുത്ത് തിരിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വല്ലാത്ത നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കാണ്. ആ സമയം മിത്ര പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. അല്ല, നിന്റെ മുഖത്തെന്താ ഒരു മ്ലാനത? ഒന്നുമില്ല. പിന്നീട് ഫോൺ എടുത്തത് നോക്കുവാണ്. എന്താ ഫോണിനകത്ത്? ഇനിയിപ്പം ആരിനെങ്ങാനും വിളിച്ചോ നോക്കിയതാണോ? ആരിനെങ്ങനെ വിളിക്കത്തൊന്നുമില്ല. അതെന്താ? അങ്ങനെ പോയിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യമൊന്നും ഇല്ലാതെ വിളിക്കത്തില്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഒരു മെസ്സേജ് അയക്കാൻ പറയണം. വേണ്ട, എനിക്ക് പേടി അതല്ല. ഇന്നെങ്ങാനും താമസിച്ചാ വരുന്നെങ്കിൽ ഇനിയിപ്പൊ അങ്കിളുടെ വായിലിരിക്കാൻ കേൾക്കേണ്ടി വരും. അങ്കിള് കഥ തുറന്നു കൊടുത്താൽ അതിന് എന്നെയും കൂടെ ചീത്ത പറയും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല മീനാക്ഷി ചേച്ചി എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, അവനെ വിളിച്ചിട്ട് കാര്യം പറ. വേണ്ട, എനിക്ക് പേടിയാന്ന് പറയും. ചിലപ്പോൾ വിളിച്ച ചീത്ത പറഞ്ഞാലോ? പിന്നെ നിങ്ങളുടെ ഇടയിൽ സ്നേഹമുള്ളല്ലേ, നിങ്ങൾ തമ്മിൽ ലവേഴ്സ് അല്ലേന്ന് ചോദിക്കും. പിന്നെ ലവേഴ്സ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. ആ ഫോണും കൂടെ തരാൻ പറഞ്ഞിട്ട് മീനാക്ഷി ആ ഫോണും കൂടി പിടിച്ചു വാങ്ങി. പിന്നീട് ആരിനെ ഡയൽ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. സംസാരിക്കാൻ പറയണം. ആരും കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് ഭയങ്കര ടെൻഷൻ. എന്നാ ചോദിക്കണമെന്ന് അറിയത്തില്ല. പിന്നീട് ആരിനോട് ചോദിച്ചു, ആരിനെ എന്തെടുക്കുവാന്ന് ചോദിക്കുക. ഞാനിവിടെ വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുക. മിത്രയ്ക്ക് വിഷമമായിപ്പോയി. മിത്ര പറഞ്ഞു, അതെ തമാശ പറയാൻ വിളിച്ചല്ലെന്ന് പറയണം. പിന്നെന്താ, വൈകുന്നേരം നേരത്തെ വരുമെന്ന് ചോദിക്കും. പിന്നെ നേരത്തെ വരാനായിട്ട് ഇവിടെ ഒരു പണിയും ഒന്നുമില്ല, ഞാനിവിടെ വെറുതെ ഇരിക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് പറയാം. അത് പിന്നെ അതുകൊണ്ടല്ല, അങ്കിള് വഴക്ക് പറയാം, അതുകൊണ്ടാ. ഒരു കാര്യം ചെയ്യാം, വരുന്ന സമയത്ത് എനിക്ക് ഒരു മിസ് കോൾ അടിച്ചിട്ട് വന്നാൽ മതി. ഇവിടെ ഇറങ്ങുമ്പോൾ ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വന്ന് കഥ തുറന്നോളാം എന്നൊക്കെ പറയണം. ശരി, ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കോള് കട്ട് ചെയ്യണം. കട്ട് ചെയ്തപ്പോൾ മീനാക്ഷി പറഞ്ഞു, ഇപ്പൊ എന്തായി? ആരും ചീത്തയൊന്നും പറഞ്ഞില്ല. പിന്നെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു ഒരു മിസ് കോൾ അടിച്ചിട്ട് വരാൻ പറഞ്ഞു. വൈകുന്നേരം വരുമ്പോൾ കഥ തുറന്നു കൊടുക്കാലോ, കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാന്ന് പറയണം. ഇനി എങ്ങാനും
അങ്കിള് വന്ന് ചീത്ത പറഞ്ഞാലെന്ന് കരുതി. അങ്ങനെ രാത്രിയായി. രാത്രി കഴിഞ്ഞിട്ട് ഒന്നും ആരും വരുന്നില്ല. ആകെപ്പാട് ടെൻഷനായിപ്പോയി മിത്രയ്ക്ക്. ദൈവമേ ഇനിയിപ്പോൾ എന്തായി തീരും. ഇതുവരെയായിട്ട് മിസ് കോള് പോലും വന്നിട്ടുമില്ല. അല്ലെങ്കിൽ അങ്ങോട്ടേക്കൊന്ന് വിളിച്ചു നോക്കായിരുന്നു. വിളിച്ചു നോക്കണോ വേണ്ടതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ ഇരിക്കാം. ആരും വരുമ്പോൾ തന്നെ കഥ നമുക്ക് തുറന്നു കൊടുക്കാമല്ലോ, പിന്നെ വിളിക്കേണ്ട കാര്യമില്ലോ എന്ന് കരുതി അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ ശേഷമാണ് ആര്യം വരുന്നത്. ആര്യം വന്നപ്പോഴത്തേനും മിത്ര ഓടി കഥ തുറന്നു കൊടുക്കുകയാണ്. അല്ല നീ ഇതെന്താ ഞാൻ മിസ് കോൾ അടിക്കുന്നതിന് പോകുന്ന കഥ തുറന്നേന്ന് ചോദിക്കുക. അത് പിന്നെ ഞാനിവിടെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. ശബ്ദം ഉണ്ടാക്കല്ല, പെട്ടെന്ന് കയറി പോയിക്കോ. അതെ പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പത്തിനെ ഫുഡ് എടുത്ത് തരാന്ന് പറയാണ്. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, നീ എന്തിനാ എത്ര പേടിക്കണം ഇത്രയെന്ന് ചോദിക്കാം. അത് പിന്നെ അങ്കിൾ ഇറങ്ങി വന്ന് വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ, അങ്കിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയും. ഈ സമയത്ത് ബാലൻ ചാടി എഴുന്നേറ്റു. ബാലിന് മനസ്സിലായി കഥ തുറക്കുന്ന പോലെ ശബ്ദം കേട്ടപ്പോ. ഗോമതി ചോദിച്ചു, എന്താ ബാലേട്ടാ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കണം. അത് പിന്നെ ഇപ്പോഴാണ് ആര്യം വന്നതെന്ന് എനിക്കൊരു സംശയം. എന്റെ ബാലേട്ടാ, ബാലേട്ടൻ ഇത് എന്തിന്റെ സൂക്കേടാ? ബാലേട്ടന്റെ വിചാരം ബാലേട്ടനാണ് പോയി കഥ തുറന്നു കൊടുക്കുന്നതൊക്കെ. അത് മിത്ര പോയി തുറന്നു കൊടുക്കൂലേ, പിന്നെ ബാലേട്ടൻ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? രാത്രിയിൽ ആരും വന്നിട്ട് ബാലേട്ടനെ കുത്തി ഏൽപ്പിക്കുന്നുണ്ടോ? ഇല്ല. ആരിനും ജോലി കഴിഞ്ഞ് വരുന്നു, അവന്റെ ഭാര്യ കഥ തുറന്നു കൊടുക്കുന്നു, അവരവരുടേതായ ഇതിലേക്ക് പോണു. ബാലേട്ടനെ ഒരു രീതിയിൽ ശല്യപ്പെടുത്തുന്നില്ല, പിന്നെ എന്താ കുഴപ്പം? ഗോമതി ഇത് തോന്നുമ്പോൾ വന്നു കയറാൻ സത്രമൊന്നും അല്ലെന്ന് പറയാം. എന്റെ ബാലേട്ടാ, ബാലേട്ടൻ പറയുന്ന സമയത്ത് വരണം, കഴിക്കണം, അല്ലെങ്കിൽ നടക്കണം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടാ. അവരെ ആൺകുട്ടികളല്ലേ, അവർക്ക് അവരുടേത് ഫ്രീഡം വേണ്ടേ? അതിനേക്കാൾ ഉപരി അവനൊരു ജോലിക്ക് പോകുന്നല്ലേ. ഇപ്പൊ ബാലേട്ടൻ കടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് ബാലേട്ടനോട് ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ ബാലേട്ടന് വരാൻ പറ്റുമോ? ഇത് കേട്ട ബാലൻ പറഞ്ഞു, അത് പിന്നെ കടയില് തിരക്കനുസരിച്ചല്ലേ. അതാ പറയണേ, എല്ലാവർക്കും അവരുടേതായ രീതിയുണ്ട്. കൃത്യസമയത്ത് ഇറങ്ങി വരാൻ പറ്റില്ല, അല്ലേ വല്ല ഗവൺമെന്റ് ജോലി ആയിരിക്കണം. മീനു പോകുന്നവണക്ക് അങ്ങനെയാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ കൃത്യസമയത്തൊന്നും വരാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ട ബാലൻ പറഞ്ഞു, നിനക്ക് പിന്നെ എന്തിനാ ഒരു മുട്ടായത്തിന് ന്യായങ്ങളൊക്കെ ഉണ്ടല്ലോ. ബാലേട്ട ഞാൻ ന്യായങ്ങൾ പറഞ്ഞാണോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ തന്നെ ആകാശിനൊക്കെ എത്രമാത്രം ചീത്ത പറഞ്ഞു, ഒരു കാര്യം മറന്നുപോയെന്നും പറഞ്ഞോണ്ട്. നമ്മുടെ കുട്ടികളായതുകൊണ്ട് ഇത് സഹിച്ച് ക്ഷമിച്ചും ബാലേട്ടൻ പറയുന്ന അനുസരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ തലേ കയറി നിരങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ? അവരൊക്കെ കല്യാണം കഴിഞ്ഞു, വലിയ കുട്ടികളായി. ബാലേട്ടൻ വിചാരിച്ചു പോലെ കുഞ്ഞു കുട്ടികളൊന്നുമല്ല തല്ലി ശാസ്ത്രമൊക്കെ വളർത്താനായിട്ട്. ഇത് കേട്ടപ്പോൾ ബാലൻ ഒന്നും മിണ്ടാതെ ഒരു നിമിഷം നിന്നു. പിന്നീട് ഗോമതി പറഞ്ഞു, ബാലേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്, വെറുതെ എന്തിനാ ഉറക്കളിക്കണേ? അല്ലെങ്കിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് കടയിലേക്ക് പോകാനുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ബാലനവിടെ കിടന്നു, ഒന്നും മിണ്ടിയില്ല. ആ സമയം കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം ഫുഡൊക്കെ ആരും കഴിക്കണം. അതിന് ശേഷമാണ് മുറിയിലേക്ക് വരുന്നത്. അങ്ങനെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര മുറിയിലുണ്ടായിരുന്നു. മിത്ര മുറിയിൽ പിന്നെ പില്ലോ കവറൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്ത് ആനങ്ങ് വന്നു മിത്രനെ നോക്കി. മിത്ര മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഇവളെന്താ പോലും തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാത്തെ എന്നൊക്കെ കരുതി ഇരുന്നിട്ട് ആരും പിന്നെ എന്ത് ചെയ്യണം, ആ ഡെലിവറി ബാഗ് തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു കവറെടുത്തു. ആ കവറിനകത്തൊരു ഒരു ചെറിയൊരു ബോക്സുള്ള ഒരു പെന്നിരിപ്പുണ്ടായിരുന്നു, ഒരു ചെറിയ കവറിനകത്ത്. അതെടുത്ത് ആ കട്ടിലേക്ക് വെക്കുവാണ്. പെട്ടെന്ന് മിത്ര ഒരു ചിത എന്താന്ന് ചോദിക്കാം. ഒരു പെന്ന്? അല്ല ഇതാർക്കാ? അതെ എനിക്ക് കടയിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഒരു പെണ്ണ് മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് പെട്ടെന്ന്, അപ്പം നിനക്ക് വേണ്ടി ഒരു പെണ്ണ് ഞാൻ വാങ്ങിയതാന്ന് പറയണം. ഇത് കേട്ടപ്പം ഒരു നിമിഷം മിത്ര ആലോചിച്ചിട്ട് പറഞ്ഞു, വേണ്ടിയിരുന്നില്ല. അതെന്താ? ഈ പേനയൊക്കെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ പിണങ്ങൂന്നാ പറയണേന്ന് പറയാം. ഇത് കേട്ടത് ആരും ചിരിച്ചു. അത് നല്ല കഥയാണല്ലോ. അങ്ങനെയാണെങ്കിൽ കടക്കാരോ, കടയിൽ നിന്ന് സ്ഥിരം പെണ്ണ് മേടിക്കുന്ന അവർ കടക്കാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ, അതൊക്കെ വെറുതെ ഒരു അന്ധവിശ്വാസമെന്ന് പറയാം. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ അല്ല ഇനിയിപ്പോൾ പിണങ്ങുവാണെ പിണങ്ങട്ടെ, ഞാനൊരു പേന വന്നതിൻ്റെ പേര് നീ ഞാനും പിണങ്ങുവാണെങ്കിൽ എന്താ കുഴപ്പമിരിക്കണേ എന്ന് ചോദിക്കണം. മിത്രയ്ക്ക് ദേഷ്യം വന്നു. മിത്ര അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണ. നീ എന്തേലും പിറുപിറുത്തോ? ഒന്നുമില്ല, ഞാൻ വെറുതെ ഒരു ആത്മകഥം പറഞ്ഞെന്ന് പറയാം. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയണം. മിത്രയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ പെന്ന്. പക്ഷെ ആനിങ്ങനെ തനിക്ക് വേണ്ടിയിട്ട് ഓരോന്നിനും പൈസ ചിലവാക്കുന്നുമ്പോൾ മിത്രയ്ക്ക് വിഷമമുണ്ട്. തനിക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നില്ല. പക്ഷെ ആനിന് അങ്ങനെയല്ല, തനിക്ക് വേണ്ടിയിട്ട് ഇപ്പം തൻ്റെ ഓരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. പാവം രാവിലെ തൊട്ട് രാത്രിയിൽ ഒരു 10-12 മണി വരെ കിടന്ന് കഷ്ടപ്പെടുക. അതൊക്കെ ഓർക്കുമ്പോൾ വിഷമമുണ്ട്, തനിക്കൊന്നും സഹായിക്കാൻ പറ്റുന്നില്ല എന്ന്. ആകെപ്പാടെ സഹായിക്കാൻ പറ്റുന്ന ആ ട്യൂഷൻ എടുത്തായിരുന്നു, അതാ ശ്രീദേവി അടുത്ത് കാരണം അതും മുടങ്ങിപ്പോയി. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ടെൻഷനായിപ്പോയി മിത്രയ്ക്ക്. പെട്ടെന്ന് ആരും ചോദിച്ചു, എന്താ നീ ആലോചിക്കണേ ചോദിക്കും. ഉറക്കം വരുന്നില്ലേന്ന് ചോദിക്കും. ഉറങ്ങണം, എന്നാ പിന്നെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ ആര്യം പറയണം. ശരി ഞാൻ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് കിടക്കുവാണ്. ഈ സമയം ശ്രീദേവിയും ആനന്ദും കൂടെ മുറിയിലിരിക്കുക. ആനന്ദാണ് ഫോണിനകത്തൊക്കെ നോക്കി ഓരോന്ന് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. കുറെ സമയമൊക്കെ ശ്രീദേവി നോക്കിയിരുന്നു. പിന്നീട് ശ്രീദേവി പറഞ്ഞു, ഇതെന്ത് പണിവാണി ആനന്ദേട്ടാ, ഫോൺ എടുത്ത് വെക്കാറായില്ലെന്ന് ചോദിക്കാം. അതെ വൈകുന്നേരം വന്നു കഴിയുമ്പോഴാണ് ഫോണിൽ നിന്ന് എടുക്കാൻ സമയം കിട്ടുന്നത്.
ഓഫീസ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ കമ്പനി പോയിട്ടുണ്ട്, നല്ല ജോലി തിരക്കാ. അപ്പൊ ഇതൊന്നും എടുത്ത് നോക്കാൻ പറ്റില്ലെന്ന് പറയണം. എന്നാ ആനന്ദേട്ടാ അത്? ആനന്ദേട്ടൻ ഒന്നും എന്നോട് സംസാരിക്കല്ലേ? ആ ശരി, എന്നാ നീ പറ എന്നൊക്കെ ഒരു ഒഴുക്കം വട്ടി പറഞ്ഞിട്ട് ആനന്ദ് പറഞ്ഞു. എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. ഒന്നുമില്ല, ആനന്ദേട്ടന്റെ കമ്പനി എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോന്നു, പതിവില് പോലെ തന്നെയെന്ന് പറയണം. അല്ല ആനന്ദേട്ടൻ എന്നോടൊന്നും ചോദിക്കല്ലേ? ഞാൻ എന്ത് ചോദിക്കാനാ? അല്ല വീട്ടിൽ എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ. ഓ അതാണോ? അല്ല ഇവിടെ എന്തുണ്ട്? ഓ ഇവിടെ ഒരു സുഖമില്ല ആനന്ദേട്ടാന്ന് പറയാ. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാ ഇത്ര വളഞ്ഞു ചുറ്റി മൂക്കെ പിടിച്ചേ. അതെന്താ? ഇവിടെ അമ്മ എന്നെ അടുക്കള കയറ്റുന്നില്ല. പരാതിയും പണ്ടേ കുട്ടികളും അങ്ങനെ അങ്ങ് തുറക്കുവാണ് അങ്ങോട്ട്. അമ്മ അടുക്കള കയറ്റുന്നില്ല, എന്നോട് അടുക്കള കയറി ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പം ആനന്ദ് ചിരിക്കുവാണ്. ആനന്ദ് പറഞ്ഞ് സാധാരണഗതിയില് എല്ലാവരും പെണ്ണുങ്ങളെ അടുക്കള കയറാൻ ഭയങ്കര മടിയായിരിക്കും, ഇവിടെ കയറ്റുന്നില്ലെന്നും പറഞ്ഞവിടെ വഴക്കുന്ന് ചോദിക്കുക. അത് ആനന്ദേണ്ണന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കുവാണ്, കുറ്റങ്ങളും കുറവുകളും ഒക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ആനന്ദ് പറഞ്ഞു അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. അമ്മയുടെ സ്വഭാവം എനിക്കറിയാം. അമ്മയുടെ ലോകം എന്ന് പറഞ്ഞാൽ അടുക്കളയാണ്. അടുക്കള ഈ വീടുമാണ് അമ്മയുടെ ലോകം. അത് വിട്ട് അമ്മയ്ക്കൊരു ലോകമില്ല. ഇത്രയും വർഷങ്ങളായിട്ട് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് ഒരാളെ എന്ന് അതിനകത്തേക്ക് കൈ അടത്തി അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആർക്കാണേലും ഒരു ബുദ്ധിമുട്ട് വരും, അത്രയ്ക്കേ ഉള്ളൂ. നീ അത് കാര്യമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവിയോട് പറയാം. പക്ഷെ ശ്രീദേവിക്ക് അത്ര കൂടെ പിടിച്ചില്ല. കാരണം അമ്മയും മക്കളും തമ്മിൽ എത്ര ബോണ്ടിങ് ആണെന്നുള്ള കാര്യം ശ്രീദേവിക്ക് മനസ്സിലായി. താൻ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ ആനന്ദിന്റെ തലയിൽ കയറാൻ പോകുന്നില്ലെന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.